ഫിസിക്സിൽ നമുക്ക് ഒരുപാട് ബ്രാഞ്ച് ഓഫ് സ്റ്റഡീസ് ഉണ്ട്. അതിനകത്ത് ഒന്നാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ ചാർജുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. The charge is at rest. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ചാപ്റ്ററിലൂടെ നമ്മൾ വളരെ കൃത്യമായിട്ട് ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. There we discussed about charges at rest. ചാർജ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ചാർജ് ഇലക്ട്രിക് ഫീൽഡിൽ നിൽക്കുമ്പം അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് വാസ് given by explained by Coulomb's law. So in the first chapter we discussed two important points, that is charges at rest, and the second one, their experience a force between static charges. അതിലേക്ക് വരുന്ന മൂന്നാമത്തെ ഒരു പോയിന്റ് ആണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ചാർജസ്. അതായത് ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ് നിൽക്കുന്ന ലൊക്കേഷൻ കൊണ്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആ പൊട്ടൻഷ്യൽ എന്ന ടേമിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഇറ്റ് ടെൽസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൊക്കേഷൻ ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഒരു ചാർജ് ഇലക്ട്രിക് ഫീൽഡ് നിൽക്കുന്ന സമയത്ത് അവിടെയുള്ള ലൊക്കേഷൻ കൊണ്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ചാർജ് Q and there is an electric field E. അപ്പോൾ ഈ ചാർജിന്റെ ഫലമായി ഈ ചാർജ് E എന്ന ഫീൽഡിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലൂടെ മനസ്സിലാക്കി. ഈ മൂന്ന് ടേംസിനെയും റിലേറ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ് E ഈസ് ഈക്വൽ ടു F/Q. ഒരു Q ചാർജ് E എന്ന ഇലക്ട്രിക് ഫീൽഡിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ദർ എക്സ്പീരിയൻസ് ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് E ഈസ് ഈക്വൽ ടു F/Q. ഇതാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. ഇനി ഇങ്ങനെ ഒരു ചാർജ് ആ ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് ആ ലൊക്കേഷൻ കൊണ്ട് എന്തെല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആ ചാർജിന് ഉള്ളത് എന്നുള്ളതാണ് പൊട്ടൻഷ്യൽ എന്ന ടേമിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ മൂന്ന് ഇമ്പോർട്ടൻറ്റ് ടേംസുകളാണ് നമുക്ക് ആദ്യം പരിചയപ്പെടാനുള്ളത്. ഒന്ന് പൊട്ടൻഷ്യൽ, രണ്ടാമത്തത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ദെൻ പൊട്ടൻഷ്യൽ എനർജി. ഈ മൂന്ന് ടേംസും നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോവാണ്. ഒരു സോഴ്സ് ചാർജിന്റെ ഫലമായി ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഫീൽഡിലേക്ക് ഒരു പോയിന്റിലേക്ക് എ എന്ന പോയിന്റിൽ ഒരു പാർട്ടിക്കിളിനെ നമ്മൾ വെക്കുകയാണ്. അതിന്റെ ഫലമായി ദർ എക്സ്പീരിയൻസ് എ ഫോഴ്സ്. ഇനി ബി എന്ന പോയിന്റിലാണ് നമ്മൾ ആ പാർട്ടിക്കിളിനെ വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ പോയിന്റ് കൊണ്ട് അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പൊ Q ചാർജിനെ ഈ ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുന്ന സമയത്ത് അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അത് മോഷന് വിധേയമാവും, അല്ലെങ്കിൽ ദർ അപ്പിയേഴ്സ് എ ഡിസ്പ്ലേസ്മെന്റ്, അല്ലെ? ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് അനുഭവപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫോഴ്സിനെയും ഡിസ്പ്ലേസ്മെന്റിനെയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഡെൽറ്റ് വിത്ത് വർക്ക്, അല്ലെ? വർക്ക് W ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ദ ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഈ ചെയ്യുന്ന അപ്പൊ നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡിനകത്ത് ചാർജിനെ മൂവ് ചെയ്യിക്കാൻ ഒരു വർക്ക് ചെയ്യേണ്ടതുണ്ട്. ആ ചെയ്യുന്ന വർക്കാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. സോ വി ക്യാൻ റൈറ്റ് ദിസ് പൊട്ടൻഷ്യൽ എനർജി ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ U ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് വർക്ക് ഡൺ. It is defined as negative of work done. Potential energy is defined as the negative of work done. ആ നെഗറ്റീവ് എന്നുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ വഴിയെ മനസ്സിലാക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഈ എന്ന ഇലക്ട്രിക് ഫീൽഡിലേക്ക് എ എന്ന പോയിന്റ് നമ്മളൊരു പാർട്ടിക്കിൾ വെച്ചിട്ടുണ്ട്. ആ ഒരു ലൊക്കേഷൻ കൊണ്ട് ആ ചാർജിന് ഒരു എനർജി അക്വയർ ചെയ്യും.
അതുപോലെ തന്നെ ബി എന്ന പോയിന്റിൽ ചാർജിനെ വെക്കുന്ന സമയത്ത് ആ പോയിന്റ് കൊണ്ട് ആ ചാർജിന് ഒരു എനർജി നേടാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എന്നുള്ള ടേം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എ എന്ന പോയിന്റിൽ പാർട്ടിക്കിളിനെ വെക്കുന്ന സമയത്ത് അതിനൊരു എനർജി കിട്ടുന്നുണ്ട്. ബി എന്ന പോയിന്റിൽ വെക്കുന്ന സമയത്ത് അതിനൊരു എനർജി കിട്ടുന്നുണ്ട്. അപ്പോൾ പൊട്ടൻഷ്യൽ എന്നുള്ളത് നമ്മൾ പറഞ്ഞു ആ ഇലക്ട്രിക് ഫീൽഡിൽ ചാർജ് നിൽക്കുന്ന ലൊക്കേഷനുമായി ബന്ധപ്പെട്ടതാണ്. So potential energy at a point is related with the energy of particle placed at that point. ഒരു പോയിന്റിൽ വെച്ചിട്ടുള്ള പാർട്ടിക്കിളിന്റെ ആ പൊസിഷൻ കൊണ്ട് ആ ചാർജിന് ലഭിക്കുന്ന എനർജിയുമായി റിലേറ്റ് ചെയ്തിട്ടാണ് പൊട്ടൻഷ്യൽ എന്ന ടേം നിലകൊള്ളുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്കൂളിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ താത്തയുടെ കട അല്ലേ. അപ്പോൾ ആ സ്കൂള് എന്നുള്ളതാണ് നമ്മളുടെ സോഴ്സ് ചാർജ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിനോട് തൊട്ടാണ് നമ്മുടെ താത്തയുടെ കട. അപ്പോൾ ആ സ്കൂളുമായിട്ട് വെച്ച് നോക്കുന്ന സമയത്ത് ആ കടയുടെ ലൊക്കേഷൻ എന്നുള്ളത് എന്താണ്, വളരെ ഗുഡ് ലൊക്കേഷനാണ്. കാരണം എന്താ, അവിടെ അവർക്ക് കിട്ടുന്ന എനർജി അല്ലെ, ആ ലൊക്കേഷൻ കൊണ്ട് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് വളരെ നല്ല എമൗണ്ട് ആയിരിക്കും അല്ലെ. മറിച്ച് ആ കടയ്ക്ക് പകരം നമ്മുടെ സ്കൂളിന്റെ ഗേറ്റും കഴിഞ്ഞ് കുറച്ച് അപ്പുറം നിൽക്കുന്ന ഒരു കടയാണെന്നുണ്ടെങ്കിൽ, കുറച്ച് അകലെയുള്ള കടയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കിട്ടുന്ന അത്രയും എനർജി അവിടെ ഉണ്ടാവോ? ഇല്ല അല്ലെ. അപ്പോൾ ലൊക്കേഷൻ മാറുന്നതിനനുസരിച്ച് ആ പൊസിഷൻ കൊണ്ട് കിട്ടുന്ന എനർജി ഡിഫറെന്റ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ദ ടേം പൊട്ടൻഷ്യൽ. Potential is related or it tells the characteristics of location when a charge is placed in an electric field. ഇപ്പോൾ എ എന്ന പോയിന്റിൽ ഒരു യൂണിറ്റ് ചാർജ് വെച്ചിട്ടുണ്ട്, അതിന് 100 joules of energy അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പൊട്ടൻഷ്യൽ. ദെൻ ബി എന്ന പോയിന്റിൽ 60 joules of energy ആണ് ലഭിച്ചത് എന്ന് പറയുന്നെങ്കിൽ that is the potential with related to that point. We see that when a charge is placed in an electric field, there experience a force. Because of this force, there occurs a displacement. So force into displacement, it gives work done. This work done is stored as potential energy. Now the second term, that is potential, it tells the characteristics of location when the charge is placed in an electric field. So it varies അല്ലെ. ലൊക്കേഷൻ മാറുന്നതിനനുസരിച്ച് ആ ചാർജ് അക്വയർ ചെയ്യുന്ന എനർജി വ്യത്യാസപ്പെടും എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ പൊട്ടൻഷ്യൽ ഈസ് ദ പോസിബിലിറ്റി ഓഫ് അച്ചീവിങ് എനർജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Now we have a charge with this position. With this position, the charge acquires an energy denoted by UB, potential energy at the point P. This is a point. There the energy acquired is taken as UA. Now the difference in potential energy will be final position minus initial position, UA minus UB. ഇനി നമുക്ക് ബി എന്ന പോയിന്റിൽ നിന്നും ഒരു ചാർജിനെ ബി എന്ന പോയിന്റിൽ നിന്നും എ എന്ന പോയിന്റിലേക്ക് നമുക്ക് കൊണ്ടുവരണം. ആൻഡ് വി ഹാവ് ടു മൂവ് ദീസ് ചാർജസ്, ദിസ് ചാർജ് അല്ലെ. ആൻഡ് ചെറിയ ഡിസ്റ്റൻസിലാണ് നമ്മൾ ഇതിനെ മൂവ് ചെയ്യിച്ച് എ എന്ന പോയിന്റിലേക്ക് കൊണ്ടുവരുന്നത്. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി എ യൂണിഫോം മോഷൻ. And without acceleration, we have to move the charge from B to A. ഇനി നമുക്കറിയാം ഈ എന്ന ഇലക്ട്രിക് ഫീൽഡിൽ ഒരു യൂണിറ്റ് ക്യൂ ചാർജ് എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും in the direction of electric field that is given by F is equal to QE. ഇനി ഈ ബി എന്ന പോയിന്റിലുള്ള ചാർജിനെ
എ എന്ന പോയിന്റിലേക്ക് മൂവ് ചെയ്യിക്കണമെങ്കിൽ നമുക്കറിയാം ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം നമുക്ക് ഈ ചാർജിനെ മൂവ് ചെയ്യിക്കാൻ. അങ്ങനെ മൂവ് ചെയ്യിക്കാൻ എടുക്കുന്ന വർക്ക് അതാണ് നമ്മൾ ആദ്യം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ വി ഹാവ് ടു ഡു എ വർക്ക് in order to move the charge from point B to point A, which is against the electrostatic force. അപ്പോൾ ഈ ഒരു ഫോഴ്സിന് ഈക്വലന്റ് ആയിട്ട് ഒരു ഫോഴ്സ് നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് വേണം ഇവിടെ ഈ ചാർജിനെ മൂവ് ചെയ്യിക്കാൻ. സോ ദ വർക്ക് ഡൺ, അല്ലേ, ചെറിയ ഒരു പോയിന്റ്, ഒരു dr ഡിസ്റ്റൻസ് ആണ് നമ്മൾ മൂവ് ചെയ്യിക്കുന്നത്. F is the force applied. So the work done എന്ന് പറയുന്നത് dW ആയിരിക്കും. dW is equal to മൈനസ്, കാരണം എന്താ മൈനസ് നെഗറ്റീവ് വരാൻ കാരണം എന്താ ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ ഈ ചാർജിനെ മൂവ് ചെയ്യിക്കുന്നത്. അതാണ് ഇവിടെയും ഈ നെഗറ്റീവ് വരാനുണ്ടായ കാരണം. സോ we have force into the displacement dr. അങ്ങനെ ഓരോ dr ഡിസ്റ്റൻസ് നമ്മൾ ഈ ചാർജിനെ മൂവ് ചെയ്യിച്ച് എ എന്ന പോയിന്റിൽ എത്തുന്ന സമയത്ത് ടോട്ടൽ വർക്ക് ഡൺ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇന്റഗ്രേഷൻ നടത്തും. സോ വി ക്യാൻ ഹാവ് ദ ഇക്വേഷൻ W is equal to മൈനസ് ഇന്റഗ്രൽ എഫ് ഡോട്ട് dr. ഇനി ഇവിടെ എഫിന് പകരം നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്, F is equal to QE when Q charge is placed in an electric field. Now substituting that value we can write minus integral QE into dr. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് now there is a change in energy level. പൊട്ടൻഷ്യൽ എനർജിയിൽ വ്യത്യാസമുണ്ട്. എന്താണ്, UA മൈനസ് UB ആയിരിക്കും ഇവിടെ ഈ ബോഡി അറ്റൈൻ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്, which is given by we can write like that is the work done. ഇതിന് ഈക്വലന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ വി ക്യാൻ റൈറ്റ് UA മൈനസ് UB ഈസ് ഈക്വൽ ടു W ഈസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ QE ഇൻറ്റു dr. ഇനി ഈ ക്യൂവിനെ നമ്മൾ ഒന്ന് ഡിവൈഡ് ചെയ്യണം. അന്നേരം നമുക്ക് എഴുതാം UA മൈനസ് UB ഡിവൈഡഡ് ബൈ Q is equal to WBA divided by Q is equal to minus integral E dr. B എന്ന പോയിന്റിൽ നിന്ന് A എന്ന പോയിന്റിലേക്ക് ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കുന്ന സമയത്ത് ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി per unit charge is given as the potential difference, or the work done to move a charge from one point to another is given as the potential difference, and it can be written as VA minus VB is equal to WBA divided by Q is equal to minus integral E dot dr എന്നുള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാം. ഇതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ചാർജിനെ നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിൽ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ +1 ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്, ഈ 3 ടേംസും ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചാർജുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പൊട്ടൻഷ്യൽ എന്ന ടേമിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ബി എന്ന പോയിന്റിൽ നിന്ന് എ എന്ന പോയിന്റിലേക്ക് ചാർജിനെ മൂവ് ചെയ്യിക്കുന്ന സമയത്ത് അവിടെ പൊട്ടൻഷ്യൽ എനർജിയിൽ വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. ആ പൊസിഷൻ കൊണ്ട് ആ ചാർജ് ഒക്കെ ചെയ്യുന്ന എനർജി ഡിഫറൻസ് ആണ് VA മൈനസ് VB is equal to WBA divided by Q is equal to minus integral E dot dr എന്ന ഇക്വേഷനിലൂടെ നമ്മൾ എത്തിച്ചേരുന്നത്. ഇനി നമ്മളൊരു ചാർജിനെ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ നിന്നാണ് ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് വിചാരിക്കാം. We are bringing a charge from infinity to the point A.
അപ്പോൾ ഇവിടെ ബി എന്ന പോയിന്റിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? ഇൻഫിനിറ്റി എന്ന്. വി എ മൈനസ് വി ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു WB infinity divided by Q. We have already stated that potential at infinity is taken as 0. So there remains VA. The potential at A will be equal to W by Q. This is the standard equation to find the potential. And we can define potential as the amount of work done to bring a charge from ഇൻഫിനിറ്റി ടു എ പോയിന്റ്. ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു ചാർജിനെ കൊണ്ടുവരുന്ന സമയത്ത് അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് വി എ മൈനസ് വി ഇൻഫിനിറ്റി ആയിരിക്കും. ആ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു വി ഇൻഫിനിറ്റി എ ഡിവൈഡ് ബൈ ചാർജ്. നൗ വി ക്യാൻ ഡിഫൈൻ potential, that is the amount of work done to bring a charge from infinity to a point. Amount of work done to bring a charge from infinity to a point is called the potential. ഈ 3 ടേംസ് ആണ് അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒന്ന്, അതായത് ഒരു സോഴ്സ് ചാർജിന്റെ ഫലമായിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ് സ്ഥിതി ചെയ്യുന്ന സമയത്ത് അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെയും അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിനെയും ബന്ധിപ്പിക്കുന്ന ഇക്വേഷനാണ് F=QE എന്ന് പറയുന്നത്. ഇനി ഈ ചാർജ് നിൽക്കുന്ന പൊസിഷൻ കൊണ്ട് ആ ബോഡി അക്വയർ ചെയ്യുന്ന എനർജിയുമായി റിലേറ്റ് ചെയ്തിട്ടാണ് പൊട്ടൻഷ്യൽ എന്ന ടേമിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ എ എന്ന പോയിന്റ് ഉണ്ട്, അതുപോലെ തന്നെ ബി എന്ന പോയിന്റിൽ നോക്കുന്ന സമയത്ത് ഈ എ എന്ന പോയിന്റിൽ ചാർജിന് ലഭിക്കുന്ന എനർജി ആയിരിക്കില്ല ബി എന്ന പോയിന്റിൽ ചാർജിന് ഉണ്ടാവുക. ഇറ്റ് വാരീസ്. അപ്പോൾ ലൊക്കേഷൻ മാറുന്നതിനനുസരിച്ച് ലഭിക്കുന്ന എനർജിയും ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ്. ബി എന്ന പോയിന്റിൽ ആ ചാർജ് അക്വയർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ചാർജിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ ഒരു വർക്ക് ചെയ്യേണ്ടതുണ്ട്. ആ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. ആ ചെയ്യുന്ന വർക്കാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. സോ it is the negative of work done. Potential energy is defined as the negative of work done to move a charge from one point to another against the electrostatic force. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? നമ്മൾ വർക്ക് കാണാനുള്ള ഇക്വേഷൻ കണ്ടെത്തി. അപ്പോൾ ബി എന്ന പൊസിഷനിൽ ചാർജ് അക്വയർ ചെയ്യുന്ന എനർജി, അതുപോലെ തന്നെ എ എന്ന പൊസിഷനിൽ ആ ചാർജ് അക്വയർ ചെയ്യുന്ന എനർജിയെ യു എ എന്നും യു ബി എന്നായിട്ടും റെപ്രസെന്റ് ചെയ്തു. അവിടെ നിന്ന് നമുക്ക് കിട്ടിയ ഇക്വേഷൻ അനുസരിച്ച് നമുക്കറിയാം, ദ വർക്ക് ഈസ് ഡൺ ടു ബ്രിങ് എ ചാർജ് ഫ്രം ബി ടു എ. വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. ദാറ്റ് ഈസ് change in potential energy per unit charge is called the potential, or we can define potential difference as the amount of work done to bring a charge from one point to another, and it is given by VA minus VB is equal to WBA by Q is equal to minus integral E dot dr. Suppose we are bringing this charge from infinity to a point, then we can write the expression like this. At the infinite point, potential is 0. Hence, the potential at the point A can be written as work done to bring a charge from infinity to a point is given by A is equal to W by Q. And its unit is given as volt. The unit is volt. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയെ നെഗറ്റീവ് ഓഫ് വർക്ക് ഡൺ നമ്മൾ എഴുതിയിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വി എ മൈനസ് വി ബി ഇസിക്കൽ ടു ഡബ്ല്യു ബി എ ബൈ ക്യൂ ഇസിക്കൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി ആർ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഈസ് ഗിവൺ ബൈ വി ഇസിക്കൽ ടു ഡബ്ല്യു ബൈ ക്യൂ.
അപ്പോൾ ഇവിടെ നമ്മുടെ ചാപ്റ്ററിലെ രണ്ടാമത്തെ ഏറ്റവും നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒന്നിച്ചെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞു. ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു Q എന്ന ചാർജിനെ E എന്ന ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുന്ന സമയത്ത് അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആൻഡ് ദ ഇക്വേഷൻ ഈസ് ഗിവൺ ബൈ E = F/Q. ഇനി ആ ലൊക്കേഷനിൽ ആ ചാർജിന് അക്വയർ ചെയ്യുന്ന എനർജി എത്രയാണ് എന്നുള്ളതാണ് പൊട്ടൻഷ്യൽ എന്ന ടേമിലൂടെ നമ്മൾ പഠിച്ചത്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ W/Q. The work done to bring a charge from infinity to a point is given as the potential. അപ്പോൾ ഈ രണ്ട് ജനറൽ ഇക്വേഷൻ നമ്മൾ ഓർത്തു വെക്കണം. ഒരു പോയിന്റ് ചാർജ് കൊണ്ട് ഫീൽഡ് ഇന്റൻസിറ്റിക്കുള്ള ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ ആണ് E = 1/4πε0 Q/r² എന്ന് പറയുന്നത്. ഈ പൊസിഷനിൽ ആ ചാർജിന്റെ എനർജി എന്താണ്, പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. അതാണ് ഈ ടോപ്പിക്കിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു പോയിന്റ് ചാർജ് ഈ എന്ന ഇലക്ട്രിക് ഫീൽഡിൽ ഇലക്ട്രിക് ഫീൽഡിൽ സ്ഥിതി ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിക്കുള്ള ഇക്വേഷൻ ആണ് 1/4πε0 Q/r² എന്ന് പറയുന്നത്. ഈ പൊസിഷനിൽ ആ ചാർജ് അക്വയർ ചെയ്ത എനർജി ഓർ പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. അതിനുവേണ്ടി ഒരു Q ചാർജ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആൻഡ് എൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഒരു r ഡിസ്റ്റൻസിൽ P എന്ന പോയിന്റ് എടുത്തു. ഈ P എന്ന പോയിന്റിലുള്ള പൊട്ടൻഷ്യലിനുള്ള വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലെ A എന്ന പോയിന്റിൽ ഒരു Q0 ഒരു യൂണിറ്റ് ചാർജ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലെ A എന്ന പോയിന്റിൽ ഒരു യൂണിറ്റ് ചാർജ്, ഇപ്പം നമ്മൾ Q0 എന്നാണ് അതിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഈ ചാർജിനെ P എന്ന പോയിന്റിലേക്ക് കൊണ്ടുവരും. ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ ഒരു A എന്ന പോയിന്റിൽ ഒരു Q0 ചാർജ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ Q0 ചാർജ്, അതായത് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒറിജിനിൽ നിന്ന് ഒരു x ഡിസ്റ്റൻസിൽ അകലത്തിലാണ് ആ ചാർജ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി അങ്ങനെ ഈ Q ചാർജിനും Q0 ചാർജിനും ഇടയിൽ നമുക്കറിയാം അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ കൂളംസ് ലോ പ്രകാരം ആ ഇക്വേഷൻ നമുക്ക് എഴുതാം. F is equal to 1/4πε0 Q0 ഡിവൈഡഡ് ബൈ, അതിലേക്കുള്ള അകലം എന്താണ്, x², അല്ലെ. F is equal to 1/4πε0 Q0/x² എന്ന് എഴുതാം. ഇനി നമുക്ക് എന്താ കാണാനുള്ളത്, ഈ P എന്ന പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വി ആർ ബ്രിങ്ങിങ് ദിസ് Q0 ഫ്രം A to P. അങ്ങനെ Q0നെ P എന്ന പോയിന്റിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യുന്നത് കാണാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. W ഈസ് ഈക്വൽ ടു ഓരോ പോയിന്റ് വൈസ് നമ്മൾ ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരുമ്പോൾ വി ഹാവ് ഇറ്റ് ഈസ് മൈനസ് ഇന്റഗ്രൽ എഫ് ഡോട്ട്, ഇവിടെ കൊണ്ടുവരുന്ന ഡിസ്റ്റൻസ് എന്താണ്, dx ഡിസ്റ്റൻസ് ആണ് അല്ലെ. അപ്പൊ F ഇൻറ്റു dx. ഈ എഫിന് പകരം നമുക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ്, നെഗറ്റീവ് സൈൻ എന്തിനാ സൂചിപ്പിക്കുന്നത്, ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് അതിനെ മൂവ് ചെയ്യിക്കുന്നത് എന്നതിന് വേണ്ടിയിട്ടാണ് ഈ നെഗറ്റീവ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഇന്റഗ്രൽ 1/4πε0 എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. ഈ Q0ഉം എന്താണ്, കോൺസ്റ്റന്റ് ആണ്. ഇനി ഈ Q0ന്റെ വാല്യൂ നമ്മൾ ഒരു യൂണിറ്റ് ചാർജ് ആയിട്ട് എടുത്താൽ Q0 can be taken as 1. So we can write minus 1/4πε0 Q into integral 1/x² dx എന്നായിട്ട് മാറും. ഇന്റഗ്രൽ 1/x² dx. ഈ മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കണ്ടീഷൻ ആണ് 1/x² dx ഈക്വൽ ടു മൈനസ് 1/x എന്നാണ്. അപ്പോൾ ഇവിടെ ഇതിന് ഈ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് 1/x ആണ്. ഈ മൈനസും ചേർന്ന് പോസിറ്റീവ് ആയിട്ട് മാറും. സോ വി ക്യാൻ റൈറ്റ്
that is 1 by 4 pi epsilon 0 q by x എന്നായിട്ട് മാറും. ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലിമിറ്റ് വി ആർ ബ്രിങ്ങിങ് ഫ്രം ഇൻഫിനിറ്റി ടു ദ പോയിന്റ് പി ലേക്കാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇൻഫിനിറ്റി ടു ദ ഡിസ്റ്റൻസ് ആർ എന്ന് എഴുതാം അല്ലെ. അപ്പൊ ലിമിറ്റ് ഫ്രം ഇൻഫിനിറ്റി ടു ആർ എന്ന് കൊടുക്കാം. അപ്പൊ ഇൻഫിനിറ്റി ടു ആർ എന്ന ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വി ആർ അപ്ലൈങ് ദ ലിമിറ്റ്. സോ ഇൻഫിനിറ്റി ടു ആർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം ദ വർക്ക് ഡൺ W ഈസ് ഈക്വൽ ടു 1 by Q divided by 4 pi epsilon 0 into 1 by R minus 1 by infinity എന്ന് കിട്ടും. ഈ 1 by infinity എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്താണ്? 0 ആണ്. അപ്പോൾ നമുക്ക് അതിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ we get this work done is equal to 1 by 4 pi epsilon 0 Q by R എന്നായിട്ട് മാറും. ഈ ചെയ്യുന്ന വർക്കാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് 1 by 4 pi epsilon 0 Q by R. So we got the equation potential V is equal to 1 by 4 pi epsilon 0 Q by R. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അകലം കൂടുന്നതിനനുസരിച്ച് ആ ചാർജില് ഒക്കെ ആ പൊസിഷൻ കൊണ്ട് ചാർജ് എക്വയർ ചെയ്യുന്ന എനർജി എങ്ങനെ വാരി ചെയ്യും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അകലം കൂടുകയാണെങ്കിൽ ആ പൊസിഷൻ കൊണ്ട് ചാർജ് എക്വയർ ചെയ്യുന്ന എനർജി കൂടും. ശരിയല്ലേ? ഈ ഡിസ്റ്റൻസ് ഇങ്ങനെ കൂടി 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 പോവുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും എന്ത് ചെയ്യും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് സ്ക്വയർ ആണ്. അതുകൊണ്ട് തന്നെ അകലം കൂടും തോറും ഇന്റൻസിറ്റിയും കുറയും. അതുപോലെ തന്നെ ആ പൊസിഷൻ കൊണ്ട് ചാർജ് എക്വയർ ചെയ്യുന്ന എനർജിയും കുറയും. അകലം കുറഞ്ഞു കുറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ഫീൽഡ് ഇന്റൻസിറ്റി അനുഭവപ്പെടുന്നത് കൂടും. അതുപോലെ തന്നെ ആ പൊസിഷൻ കൊണ്ട് ചാർജ് എക്വയർ ചെയ്യുന്ന എനർജിയും കൂടും എന്നുള്ളതാണ് ഈ രണ്ട് ഇക്വേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇന്റൻസിറ്റിയും ഡിസ്റ്റൻസും തമ്മിലുള്ള വേരിയേഷൻ എന്ന് പറയുന്നത് ഈ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ ആണ്. പക്ഷേ പൊട്ടൻഷ്യൽ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ചാപ്റ്ററിലൂടെ ആദ്യം നമ്മൾ മനസ്സിലാക്കുകയാണ് 3 ഇമ്പോർട്ടൻറ്റ് ടേംസ്. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ദെൻ പൊട്ടൻഷ്യൽ. നെഗറ്റീവ് ഓഫ് വർക്ക് ഡൺ, അതായത് ഒരു ഫീൽഡിലെ ചാർജിനെ മൂവ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണമെങ്കിൽ നമുക്കൊരു വർക്ക് ചെയ്യേണ്ടതുണ്ട്. ആ ചെയ്യുന്ന വർക്കാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. U = -W. ഇനി ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്കാണ് ചാർജിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ നമുക്കൊരു വർക്ക് ചെയ്യണം. ആ ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് given by the equation VA minus VB is equal to WBA by Q is equal to minus integral E dot dr. മൂന്നാമത് നമ്മൾ പറഞ്ഞു ഒരു കൊണ്ടുവരുന്ന ചാർജ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റിലേക്കാണ് നമ്മൾ ഒരു ചാർജിനെ കൊണ്ടുവരണമെങ്കിൽ ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു ബ്രിങ് എ ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ given by V is equal to W by Q. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പഠിച്ച ആദ്യത്തെ ടേമാണ് ആദ്യത്തെ ഇക്വേഷൻ ആണ് E is equal to F by Q. ഈ ഫീൽഡിൽ Q ചാർജ് സ്ഥിതി ചെയ്യുമ്പോൾ അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ പൊസിഷൻ കൊണ്ട് ആ ചാർജ് എക്വയർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ ആണ് V is equal to W by Q.
ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു പോയിന്റ് ചാർജ് ആണ്. അവിടെ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ E= 1/4πε0 Q/r² എന്ന് എടുക്കുമ്പോൾ ആ പൊസിഷനിൽ ചാർജ് റിക്വയർ ചെയ്യുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ V= 1/4πε0 Q/r. From that equation we understood that as the distance increases, electric field intensity decreases, potential also decreases. As the distance decreases, potential increases, also electric field intensity increases. Okay, thank you.